തിരുവനന്തപുരം KPCC ആസ്ഥാനം ആകെ തിരക്കിലാണ്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ, നേതാക്കളുടെ തള്ളിക്കയറ്റം, മാധ്യമങ്ങളുടെ ക്യാമറകൾ എല്ലാം VD സതീശൻ എന്ന നേതാവിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സണ്ണി ജോസഫും വിഷ്ണുനാഥും ബൽറാമും അടക്കമുള്ള പ്രധാന നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എല്ലാവരും ആ വിജയത്തിന്റെ ആവേശത്തിലാണ്. സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിൽ ഏതൊരാളും ആഗ്രഹിക്കുക ആ വിജയത്തിന്റെ മുൻനിരയിൽ നിൽക്കാനാണ്, പ്രത്യേകിച്ച് ചാനൽ ക്യാമറകൾ ലൈവായി എല്ലാം പകർത്തുമ്പോൾ. എന്നാൽ അവിടെയാണ് മുഹമ്മദ് ഷിയാസ് എന്ന വ്യക്തി വേറിട്ട് നിൽക്കുന്നത്. VD സതീശന്റെ രാഷ്ട്രീയ യാത്രയിൽ, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ഷിയാസ്. സ്വീകരണ ചടങ്ങിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഷിയാസ് അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചു? മുൻനിരയിൽ തള്ളിക്കയറാതെ സതീശന്റെ തൊട്ടടുത്ത് നിന്ന് ക്യാമറയിൽ വരാനോ അദ്ദേഹം ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. പകരം ആൾക്കൂട്ടത്തിന് ഏറ്റവും പിന്നിൽ ആ വലിയ വിജയത്തിന്റെ സന്തോഷം ശാന്തമായി ആസ്വദിച്ച് അദ്ദേഹം നിന്നു. സത്യത്തിൽ പലപ്പോഴും ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നവർ ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടത് പ്രശസ്തിയല്ല, മറിച്ച് തന്റെ കൂടെയുള്ള വ്യക്തിയുടെ വിജയമാണ്. തിരക്കുകൾക്കൊടുവിൽ സ്വീകരണ പരിപാടികൾ കഴിഞ്ഞ് VD സതീശൻ ഔദ്യോഗിക മുറിയിലേക്ക് നീങ്ങുകയാണ്. ചുറ്റും വലിയ നേതാക്കളുടെ ഒരു നിര തന്നെയുണ്ട്. അധികാരത്തിന്റെ പുതിയ പടവുകൾ കയറുന്ന ആ നിമിഷത്തിൽ ഒരുപക്ഷെ പിന്നിൽ നിൽക്കുന്നവരെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ സതീശൻ വ്യത്യസ്തനായത് അവിടെയാണ്. മുറിയിലെത്തിയ ഉടനെ അദ്ദേഹം തിരഞ്ഞത് ജനക്കൂട്ടത്തിന് പിന്നിൽ എവിടെയോ നിന്നിരുന്ന മുഹമ്മദ് ഷിയാസിനെയാണ്. തന്നെ കാണാനെത്തിയ വമ്പൻ സ്രാവുകൾക്കിടയിലും തന്റെ വിശ്വസ്തനായ സുഹൃത്ത് എവിടെ പോയി എന്ന് അദ്ദേഹം ഓർത്തു. ഉടൻ തന്നെ അദ്ദേഹം ആളെ വിട്ട് ഷിയാസിനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. പലരും ചോദിച്ചേക്കാം, ഇതിലിപ്പോ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നുവെന്ന്. വലിയ കാര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾക്കും ആത്മാർത്ഥതയ്ക്കും വലിയ സ്ഥാനമുണ്ട്. നമ്മൾ ഉയരങ്ങളിലെത്തുമ്പോൾ നമ്മളെ സഹായിച്ച കൂടെ നിന്ന മനുഷ്യരുടെ വില മറന്നുപോകുന്നത് ഇന്നത്തെ കാലത്തൊരു സാധാരണ കാഴ്ചയാണ്. അവിടെയാണ് സതീശൻ എന്ന നേതാവ് മാതൃകയാവുന്നത്. അധികാരത്തിന്റെ തിളക്കത്തിനിടയിലും തന്റെ വിജയത്തിന്റെ വേരുകൾ എവിടെയെന്ന് അദ്ദേഹം ഓർക്കുന്നു. പിന്നിൽ നിൽക്കുന്നവനെ മുന്നിലേക്ക് വിളിച്ചു ചേർത്തു പിടിക്കുകയാണ് ഒരു യഥാർത്ഥ ലീഡറുടെ ലക്ഷണം. അത് സതീശൻ കാണിച്ചു. അതുതന്നെയാണ് ഈ ചെറിയ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാരണവും മറ്റൊന്നല്ല, അധികാരമോ പദവിയോ അല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് വലുതെന്ന് ഇത് കാണിച്ചു തരുന്നു. ഷിയാസിനെ പോലെ നിശബ്ദമായി കൂടെ നിൽക്കുന്നവരും സതീശനെ പോലെ അവരെ മറക്കാതെ ചേർത്ത് പിടിക്കുന്നവരും ഉണ്ടാകുമ്പോഴാണ് ഏതു പ്രസ്ഥാനവും കരുത്താർജിക്കുന്നത്.